നമുക്ക് ഇച്ചിരി ചക്കയരിശ്ശേരി ഉണ്ടാക്കിയാലോ? കുറച്ച് ചക്ക, ഇത് ഞാൻ അരിഞ്ഞ് ഫ്രീസ് ചെയ്ത് വെച്ചിരുന്ന ചക്കയാണ് കേട്ടോ. ഉണ്ടോ, സിപ്ലോക്ക് കവറിനകത്തിട്ട്. ഈ വലിയ മഴയത്തെ പോയി ചക്ക ഇടാനൊന്നും പറ്റൂല. അപ്പോൾ കുറച്ച് ചക്ക ഫ്രീസറിൽ ഇരുന്ന് എടുത്തിട്ട് ഒരു എരിശ്ശേരി ഉണ്ടാക്കും. ഇതാ, അതിനൊരു ചെറിയ കുക്കറിലേക്ക് കുറച്ചെടുത്തിട്ട്, ഇന്നത്തെ നമ്മുടെ ഉച്ചക്കത്തെ കറിയാണ് കേട്ടോ, ചക്കക്കറി, ചക്ക എരിശ്ശേരി. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടേ, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു, കുറച്ച് ഉപ്പിട്ടു, പാകത്തിന് വെള്ളം ഒഴിച്ച് ഒരു 3 വിസിൽ വന്നോട്ടെ, 3-4 വിസിൽ വന്നോട്ടെ. നല്ല പോലെ ചക്ക വേകണം. ഇനിയിപ്പോൾ നമുക്ക് സ്റ്റൗ ഒക്കെ ഓൺ ചെയ്ത് വേവിച്ചെടുക്കാം. ആ സമയം കൊണ്ട് തന്നെ നമുക്ക് തേങ്ങ ഒന്ന് അരയ്ക്കണേ. ഒരു മുറി തേങ്ങ എടുത്തില്ല, അതിൻ്റെ പകുതി. എരിവിനാവശ്യമുള്ള വറ്റൽമുളക്, ഒരു പിഞ്ച് ചെറുജീരകം, ഒരു 3 അല്ലി വെളുത്തുള്ളി, 2 അല്ലി ചെറിയുള്ളി. ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തോണ്ട് വരാവേ. നമുക്കിത് തുറക്കാവേ. ഇനി നമുക്കിതൊരു ചട്ടിയിലോട്ട് മാറ്റാം കേട്ടോ. അതിനുശേഷം ഇതൊന്ന് നന്നായിട്ട് ഉടച്ചെടുക്കാം. സ്റ്റൗ ഒന്ന് ഓൺ ചെയ്തിട്ട് നല്ല പോലെ ഒന്ന് ഉടച്ചെടുക്കണേ. ചക്കയൊക്കെ നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ടേ. ഇനി നമ്മൾ അരച്ച നമ്മുടെ അരപ്പില്ലേ, അതൊന്ന് ചേർത്ത് കൊടുക്കാം. വറ്റൽമുളകാണ് ഞാൻ അരച്ചത്, പച്ചമുളകല്ല. അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാം കേട്ടോ. കുറച്ച് വെള്ളം കൂടെ ഒഴിക്കാവേ. നമ്മുടെ എരിശ്ശേരിയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് വാങ്ങി വെച്ചിട്ട് ഒരു കടുക് വറയും കൂടെ. ഒരു പാൻ അടുപ്പ് വെച്ച്, പാൻ ചൂടായപ്പോഴേ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാവേ. വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണം, അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. ഇതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഈ കറിവേപ്പിലയും വറ്റൽമുളകും അത് കഴിഞ്ഞിട്ടിടാം, തേങ്ങയും കൂടെ ഇട്ട് കഴിഞ്ഞിട്ട്. ഇതിൻ്റെ ഒപ്പം തന്നെയാണ് നമ്മൾ നമ്മുടെ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ. ഇതാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ് കേട്ടോ, തേങ്ങാപ്പീര. ഇത് രണ്ടും കൂടെ ഒന്ന് ബ്രൗൺ കളറാവട്ടെ. തേങ്ങ മൂത്ത് വരുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് വറ്റൽമുളകും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. നമ്മുടെ വറുത്ത തേങ്ങയൊക്കെ നമ്മുടെ കറിയിലേക്ക് അങ്ങോട്ട് ഇട്ടേക്കാം. ഇതാണ് നമ്മുടെ എരിശ്ശേരിയുടെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഇനി ഒന്ന് പതിയെ മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചക്ക എരിശ്ശേരി റെഡി ആയിട്ടുണ്ട്. അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. നല്ല ചോറിൻ്റെ കൂടെ ചക്ക എരിശ്ശേരി കൂട്ടി കഴിച്ചാൽ സൂപ്പർ, അടിപൊളിയാണ്. ഇതാ നോക്കിയേ, എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. എല്ലാവരും ഉണ്ടാക്കുന്നതായിരിക്കും, എന്നാലും ഇതാ നോക്കിയേ, ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണേ. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ.